കുടുംബസംഗമം സംഘടിപ്പിച്ചു. പ്രതിഭാ പുരസ്കാരവും വിതരണം ചെയ്തു. ഓർഫനേജ് അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റിയാണ് കൊല്ലത്ത് കുടുംബസംഗമം നടത്തിയത്. ഓർഫനേജ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് യോഗ ഹാളിൽ കുടുംബസംഗമവും പ്രതിഭാ പുരസ്കാരവും സംഘടിപ്പിച്ചത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഈ വകുപ്പുകളുടെ ചുമതലയിൽ എല്ലാ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പായാലും ക്ഷീരവികസന വകുപ്പായാലും തൊഴിൽ വകുപ്പായാലും വനിതാ ശിശു വകുപ്പായാലും എല്ലാ വകുപ്പിലും ചെല്ലുമ്പോൾ മെയ് 18 ചുമതലയേറ്റ അന്ന് തൊട്ടുള്ള എല്ലാം എന്ത് റിസൾട്ടും ചെയ്യാം. പക്ഷെ കുടിശ്ശികൾ തീർക്കുക എന്ന വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് ഉടനടി പറ്റിയില്ലെങ്കിൽ ഏറ്റവും വലിയ ലക്ഷ്യത്തോടുകൂടി അത് നടപ്പാക്കി കൊടുക്കണമെന്ന ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിച്ച് ആദ്യം ഇപ്പോൾ ഉള്ളത് തരാം. കുടിശ്ശികൾ ഓരോന്നും വരുന്ന സമയങ്ങളിൽ സമയബന്ധിതമായി തരാനുള്ള. ഓർഫനേജ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വർഗീസ് തരകൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പാലുവള്ളി എ നാസിമുദ്ദീൻ മന്നാനി സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബു ആമുഖ പ്രഭാഷണം നടത്തി. NK പ്രേമചന്ദ്രൻ MP മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. നമ്മുടെ ജില്ലയിൽ തന്നെ പ്രവർത്തിക്കുന്ന നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട മന്നാനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 80ഓളം ഓർഫനേജുകൾ നമ്മുടെ കൊല്ലം ജില്ലയിൽ മാത്രം വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആത്മീയ മതസംഘടനകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതുണ്ട്. സന്നദ്ധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതുണ്ട്. അത് രാജ്യാന്തര രംഗത്ത് ശ്രദ്ധയാകർഷിക്കപ്പെട്ടിട്ടുള്ള അനാഥ മന്ദിരങ്ങൾ പോലും നമ്മുടെ സംസ്ഥാനത്തുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലുണ്ട് എന്നുള്ളത് വളരെ വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു സംരംഭമാണ്, സംഭവമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ R ലതാദേവി പ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ AK ഹരികുമാരൻ നായർ, ഫ്രാൻസിസ് സേവിയർ, PS അമൽരാജ്, MA ബഷീർ, പ്രസന്ന രാമചന്ദ്രൻ, സിസ്റ്റർ തെരേസ, സിസ്റ്റർ റോസിലിൻ, സിസ്റ്റർ ദീപ്തി, CS ശൈലേന്ദ്രബാബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.